വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ കുടുംബം അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണും. അതേസമയം സംഭവത്തിൽ LDF-നുള്ളിൽ അതൃപ്തി. LDF യോഗത്തിൽ വിമർശനം ഉന്നയിച്ച് RJD രംഗത്തെത്തി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ SFIക്ക് കർശന നിർദ്ദേശം നൽകണമെന്ന് RJD ആവശ്യപ്പെട്ട വിവരങ്ങളുമായി ചന്തു ചേരുന്നു. ചന്തു, എപ്പോഴാണ് ഈ കുടുംബം മുഖ്യമന്ത്രിയെ കാണാനെത്തുക? ഒപ്പം LDF-നുള്ളിൽ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും മുഖ്യമന്ത്രിയും മറ്റ് CPI നേതാക്കളോ ഒന്നും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും ആരോപണമൊക്കെ LDF-നുള്ളിൽ പരോക്ഷമായി ഉയരുന്നുമുണ്ട്. ചന്തു, ഉമേഷ്, 11 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ അച്ഛനെ കാണുന്നതിനു വേണ്ടി. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മാവനും അടുത്ത ചില ബന്ധുക്കളും നെടുമങ്ങാടുള്ള സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കാണും. പ്രധാനമായും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഉന്നയിക്കുന്ന ആവശ്യം മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്നാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ പോലീസ് ഈ SFI പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതായുള്ള ആക്ഷേപം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനു മേൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്കയും ബന്ധുക്കൾ പ്രകടിപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യം സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഈ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിനോടൊപ്പം ഡീൻ ഉൾപ്പെടെയുള്ളവരെ, ഡീനും അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്ന ആവശ്യവും സിദ്ധാർത്ഥിന്റെ അച്ഛൻ എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. മാത്രമല്ല, ഈ കേസിലെ പല ദുരൂഹതകളും ഇനിയും മറനീക്കി പുറത്തു വരാനുണ്ട്. ഈ സിദ്ധാർത്ഥ് 2 ദിവസമായി പട്ടിണി കിടക്കുമ്പോഴും ആഹാരം നൽകാതെ അവിടെ പൂട്ടിയിട്ട് മർദ്ദിക്കുമ്പോഴും എങ്ങനെ തൂങ്ങി മരിച്ചു എന്ന ചോദ്യം പ്രധാനമാണ്. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്തുകൊണ്ട് മരണവിവരം അറിയാൻ വൈകി എന്ന കാര്യം പ്രസക്തമാണ്. അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെയുള്ള സംശയം സിദ്ധാർത്ഥിന്റെ അച്ഛൻ എന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കും. ഇതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായാലും നിർണായകമാകും. കാരണം സിദ്ധാർത്ഥ് മരണപ്പെട്ടിപ്പോൾ 20 ദിവസം പിന്നിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിനും മറുപടി നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മൗനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം LDF യോഗത്തിൽ ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിമർശനം ഉണ്ടായി. പ്രധാനമായും RJD ആണ് ഈ വിമർശനം ഉന്നയിച്ചത്. RJDയിൽ നിന്നും വർഗീസ് ജോർജ് ഈ കാര്യം കഴിഞ്ഞ ദിവസത്തെ LDF യോഗത്തിൽ ഉന്നയിച്ചപ്പോൾ SFIക്കാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള മറുപടി CPM നേതാക്കളിൽ നിന്നും ഉണ്ടായി. ആ സമയത്താണ് ഈ വർഗീസ് ജോർജ് LDF യോഗത്തിൽ വ്യക്തമാക്കിയത് ഈ SFIക്കാരെ ഇനി മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന തരത്തിലേക്ക് ഒരു കർശനമായ നിർദ്ദേശം അവർക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ്. അതിൽ പ്രധാനമായും ജനങ്ങളുടെ ചോദ്യത്തിന് ഈ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ താഴെത്തട്ടിൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകേണ്ടതുണ്ട്. പക്ഷേ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി മൗനം സ്വീകരിക്കുകയായിരുന്നു. കൃത്യമായ മറുപടി ഒന്നും നൽകിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന മറുപടി CBI അന്വേഷണം ആവശ്യമുള്ള അവരുടെ ഈ പ്രതികരണത്തോട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന കാര്യമൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛനും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേരും. ഉമേഷ്, ചന്തുവിൽ 2 കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി പറയുന്ന മറുപടി ഏറെ നിർണായകമാണ്. മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി സമ്മതിക്കേണ്ടി വരിക. അത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഈ കുടുംബം മുന്നോട്ട് വെച്ച ആശങ്ക, പോലീസ് അന്വേഷണത്തിലെ ആശങ്ക, അത് ശരിവെക്കുന്നതാണ്. മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട ഏതെങ്കിലും കേന്ദ്രങ്ങൾ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി ഈ വിഷയത്തോട് പ്രതികരിച്ചതായി അറിയാൻ സാധിക്കുന്നുണ്ടോ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട്? ഉമേഷ്, നിലവിൽ അങ്ങനെയുള്ള പോസിറ്റീവായുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ CPM കേന്ദ്രങ്ങളിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒന്നും പുറത്തു വന്നിട്ടില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മൗനം തുടരുന്നതിനാൽ മറ്റ് CPM നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ ആ മൗനം അവരും പിന്തുടരുന്ന സാഹചര്യമാണുള്ളത്. ഉമേഷ് ഇവിടെ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ CBI അന്വേഷണത്തിന് അനുമതി നൽകിയാൽ ഈ കാര്യം ഇപ്പോൾ SFIക്കാർ സംരക്ഷിക്കുക അല്ലെങ്കിൽ പോലീസിന്മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു, പോലീസ് ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമം നടത്തിയോ എന്ന ആക്ഷേപങ്ങളൊക്കെ സമ്മതിക്കുന്ന തരത്തിലാകുമോ എന്നൊരു ഭയം പ്രധാനമായും CPMനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റ് ഒരു വശം കൂടി ആ കാര്യത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം വലിയ ചർച്ചാ വിഷയമായി സിദ്ധാർത്ഥിന്റെ മരണം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കിയ സംഭവം. അപ്പോഴും മുഖ്യമന്ത്രി തുടരുന്ന മൗനം ഇപ്പോൾ പ്രധാനമായും സാധാരണ ജനങ്ങൾ തന്നെ ഇതിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു CBI അന്വേഷണത്തിലേക്ക് വിട്ട് നിലവിലെ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുന്നത്
ചെയ്യുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയാം, CPM-ന് LDF-ന് മറുപടി പറയാം എന്ന ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന കാര്യം വളരെ ശ്രദ്ധേയമാകും. ഈ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മാവനും ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് നൽകിയ മറുപടി എന്ന കാര്യം നിർണായകമാകും. കേസിനെ സംബന്ധിച്ചിടത്തോളം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമായ ഒരു തീരുമാനമാകും. ശരി ചന്തു, എന്തായാലും ചന്തു തുടരുക.